അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദിസ് സമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد ولا إله إلا هو ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون اللهم صل وسلم وبارك على نبينا ومرشدنا وإمامنا وقائدنا ومحبوبنا محمد وآله وصحبه ومن تبعه بإحسان إلى يوم الدين كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله واتقوه حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين صدق الله العليم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികൾ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ അവനായി സമർപ്പിക്കാൻ, അവൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിതാന്തമായ ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്നും ഞാൻ എൻ്റെ സഹോദരങ്ങളോടും ഞാൻ എന്നോട് തന്നെയും ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വവും പ്രതാപവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവനായി ജീവിതം സമർപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഹാജർ ഇസ്മായിൽ കുടുംബത്തിൻ്റെയും സ്നേഹസമർപ്പണത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഈദുൽ അദ്ഹ. ഈ ദിനത്തിൽ ലോകമെമ്പാടും ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുചേർന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയപൂർണമായ ഈദ് ആശംസകൾ നേരുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൻ്റെ പ്രത്യേകമായ കരുണാകടാക്ഷങ്ങൾ വർഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒത്തുചേരാൻ കഴിയാതെ പോയിട്ടുള്ള
നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ, വിദേശത്തുള്ളവർ, അന്യനാട്ടിലുള്ളവർ, രോഗപീഠകളിൽ കഴിയുന്നവർ, തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്നവർ, യുദ്ധഭൂമികളിൽ നരകിക്കുന്നവർ, അഭയാർത്ഥികളായി കഴിയുന്നവർ, ജീവിതത്തിൽ സന്തോഷത്തെ തൊട്ടു നോക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവർ, അള്ളാഹു അവർക്കെല്ലാം ഉന്നതമായ സന്തോഷങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ ഈദ് ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രതിരോധത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുക, അതിൻ്റെ ഗൃഹനിലകളിലാണ് മനുഷ്യന്റെ സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത. അതേപോലെ നാടൊട്ടുക്കും നിറഞ്ഞിരുന്ന ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും പുരോഹിതന്മാരും ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരെ അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു. നാട്ടിലെ നമ്രൂദ് എന്ന ഭരണാധികാരി ഏകാധിപത്യ ഭരണം നടത്തി ജനങ്ങളെ മുഴുവനും അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു. ഇവരൊക്കെയാണ് ഈ പുരോഹിതന്മാരും ഏകാധിപതികളായ ഈ ഭരണാധിപന്മാരും അതേപോലെ തന്നെ നാട്ടിലുള്ള ജ്യോതിഷികളും. ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൺകണ്ട ദൈവങ്ങളെന്ന് കരുതിയിരുന്ന ഒരു ജനസമൂഹം. അതോടൊപ്പം മുക്കിന് പ്രതിഷ്ഠകൾ നിറഞ്ഞ, വിഗ്രഹങ്ങൾ നിറഞ്ഞ ആരാധനാ കേന്ദ്രങ്ങൾ. ഇതിന്റെ എല്ലാം നടുവിലേക്കാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ ജനിച്ചു വീഴുന്നത്. അദ്ദേഹം ആ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ നടക്കുന്ന അരുതായ്മകളെയും അന്യായങ്ങളെയും മനുഷ്യന്റെ ബുദ്ധിക്ക് ദഹിക്കാത്ത സംഗതികളെയും ചോദ്യം ചെയ്തു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ആചാരങ്ങളും ഈ സമ്പ്രദായങ്ങളും ഈ നാട്ടു നടപ്പുകളും ഈ ഭരണരീതികളും എവിടെ നിന്നാണ് കടന്നു വന്നത്? അവര് പറഞ്ഞു, ഇന്ന വലദിന ആബാഅന കദാലിക യഫ്അലൂൻ. ഇവിടെ നടക്കുന്ന ഈ വിഗ്രഹാരാധനകളും അത്യാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഏകാധിപത്യത്തിന്റെ ദുർനടപ്പുകളും ഇതെല്ലാം തന്നെ ഇവിടെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പരമ്പരാഗതമായി ഞങ്ങളുടെ പ്രപിതാക്കൾ, ഞങ്ങളുടെ കാരണവന്മാർ അവരൊക്കെയും ഇതെല്ലാം ശീലമാക്കി പോന്നിരുന്ന ആചാരങ്ങളാണ്, സമ്പ്രദായങ്ങളാണ്, ശീലങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ മാതൃക, അതാണ് ഞങ്ങൾക്ക് തെളിവ്, ഞങ്ങളുടെ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അവരുടെ പൂർവ്വപിതാക്കൾ അവരൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന, അവരൊക്കെ തന്നെ അടിമത്തം സ്വീകരിച്ചുകൊണ്ടിരുന്ന ഈ സംഗതികളും ഈ മൂർത്തികളും ഈ പുരോഹിതന്മാരും ഈ ആരാധ്യ വസ്തുക്കളും ഇതെല്ലാം തന്നെ യാതൊരു വീട്ടുവിചാരവും ഇല്ലാതെ, ബുദ്ധിയുമില്ലാതെ, സന്മാർഗ ദർശനവും ഇല്ലാതെയാണ് അവരൊക്കെ സ്വീകരിച്ചിരുന്നതെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്തരത്തിലുള്ള യുക്തിപരമായ ചിന്തകൾ ഉന്നയിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ വിവേകമുള്ള ഒരു വിമതനായി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിലെ ബാബിലോണിയയിലെ റൂർ പട്ടണത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ അന്ധകാരം, അജ്ഞതയുടെ, അതേപോലെ അപരിഷ്കൃതത്വത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ, അക്രമങ്ങളുടെ ഊരിരുട്ടുകൾ കട്ടപിടിച്ചു നിൽക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ വിവേകമതികളായ വിമതന്മാർക്ക് പ്രചോദനം നൽകുന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഈ പ്രതീകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹിസ്സലാം അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു, കരിനിയമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു, അഗ്നികുണ്ഡങ്ങൾ ആളിക്കത്തിച്ച് അതിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. പിന്നെയും അള്ളാഹു നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി.
പക്ഷെ ഈ പരീക്ഷണങ്ങളെല്ലാം താണ്ടിക്കിടക്കാൻ അദ്ദേഹത്തിന് കരുത്തും ശക്തിയും നൽകിയത് എന്തായിരുന്നു അദ്ദേഹത്തിന് അതിന് കരുത്ത് നൽകിയത്? റബ്ബുൽ ആലമീനിലുള്ള വിശ്വാസം. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിം ആവുക. അതായത് നീ അനുസരിക്കുക, നീ സമർപ്പിക്കുക, നീ നിന്നെ തന്നെ നിന്റെ റബ്ബിന് സമർപ്പിക്കുക. അദ്ദേഹം പറഞ്ഞ മറുപടി, കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ നാഥനായ അല്ലാഹുവിന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, പ്രപഞ്ചങ്ങളുടെ നാഥന് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ, പടച്ചവന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ ഒരാൾക്ക് പ്രചോദനം ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളകത്ത് നിന്നും ശക്തമായ പ്രചോദനവും തോന്നലും സമർപ്പണ ബുദ്ധിയും ഉണ്ടാകണമെങ്കിൽ അവന്റെ ഉള്ളിൽ റബ്ബുൽ ആലമീൻ ഉണ്ടാവണം. അവന്റെ ഉള്ളിൽ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ് സഹോദരന്മാരെ റബ്ബുൽ ആലമീൻ? ആ തിരിച്ചറിവിൽ നിന്നാണ് അഗ്നികുണ്ഡങ്ങളിൽ എരിഞ്ഞൊടുങ്ങാൻ തന്നെ എറിഞ്ഞു കൊടുക്കുന്നത്. തന്റെ പ്രിയപത്നി ഹാജറിനെ കൊണ്ടുപോയി മക്കയുടെ മണൽക്കാട്ടിൽ തടിച്ചാക്കി തിരിച്ചു പോകാൻ തോന്നുന്നത്. ആ കൽപ്പനയ്ക്ക് മുമ്പിൽ അനുസരിക്കാൻ തോന്നുന്നത് ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം. തന്റെ പ്രിയപുത്രനെ ഓമനിച്ചു വളർത്തിയ പ്രിയപുത്രന്റെ കഴുത്തിൽ കണ്ടത്തിൽ കത്തിവെച്ച് മുറിക്കാൻ റബ്ബിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അതിനെ പൂർണ്ണമായി അതിനെ ശിരസ വഹിക്കാൻ കഴിയുന്നത് റബ്ബുൽ ആലമീൻ ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ. സഹോദരന്മാരെ, നമുക്കറിയുമോ ആരാണ് ഈ റബ്ബുൽ ആലമീൻ? നോക്കൂ, നമ്മൾ ഈ അധിവസിക്കുന്ന ഈ ഭൂമി അതൊരു 8 അംഗ നക്ഷത്ര കുടുംബത്തിലെ ഒരംഗം മാത്രം. ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ചേർന്ന് സൂര്യനെ ചുറ്റുകയാണ്. ഈ ഭൂമി സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഈ ഭൂമിയാണെങ്കിലോ നമുക്ക് വളരെ വലുപ്പമുള്ള ഒരു ഗ്രഹമാണ്. ഈ ഭൂമി ഇതേപോലുള്ള 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലുപ്പമുള്ളതാണ് സൂര്യൻ. ഇത്രമാത്രം വലുപ്പമുള്ള ഭീമാകാരമായ ഈ നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളും ചേർന്നതാണ് ഒരു സൗരയൂഥം, ഒരു സോളാർ സിസ്റ്റം എന്ന് പറയും. ഈ പ്രപഞ്ചത്തിലുള്ള പടച്ചവന്റെ സംവിധാനങ്ങളെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരൻ. ഈ സൗരയൂഥങ്ങൾ അനേക കോടി, 10,000 കോടിയിലേറെ സൗരയൂഥങ്ങൾ ചേർന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയും. അതേപോലെ കോടിക്കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയും. 2 ലക്ഷം കോടി ഗാലക്സികൾ. നിങ്ങൾ ആലോചിച്ചു, എത്ര വലുപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം. മനുഷ്യന്റെ ടെലസ്കോപ്പുകൾ, അത്യന്താധുനികമായ ഉപകരണങ്ങളിലൂടെ ഈ പ്രവിശാലമായ പ്രപഞ്ചം കവി വർണ്ണിച്ചതുപോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന്. നാം എന്ത് കഥ കണ്ടിരിക്കുകയാണ്? ഇത്ര പ്രവിശാലമായ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഈ ബ്രഹ്മാണ്ഡ ഗണാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് റബ്ബ്. ഈ പ്രപഞ്ചത്തിലെ ഭൂമി എന്നത് ഈ ഭൂമിയിലെ മുഴുവൻ മണൽത്തരികൾക്കുമിടയിലെ ഒരു മണൽത്തരി പോലെയാണ് ഭൂമി. ആ ഭൂമിയില് നമ്മൾ അധിവസിക്കുമ്പോ നമുക്ക് വലുപ്പമുള്ള ഒരു ഗോളമായി തോന്നുമ്പോ ഈ ഭൂമി ഇതിന്റെ 2/3 ഭാഗവും സമുദ്രമാണ്, വെള്ളം.
അതിലൊരു ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളത്. ആ കരപ്രദേശത്തെ ഒരു രാജ്യത്തെ, ഏതോ ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയിലെ, ഒരു താലൂക്കിലെ, ഒരു കോർപ്പറേഷനിലെ, ഒരു വാർഡിലെ, ഒരു കുടുംബത്തിലെ, ഒരു വീട്ടിലെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനായ ഞാൻ എത്ര ചെറുതാണ്. പിന്നെയും ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ആ മനുഷ്യൻ ആരാണ്? തന്റെ പിതാവ് ശ്രവിച്ച ബീജത്തുള്ളികൾ, നിരവധി ബീജത്തുള്ളികളിൽ ഒരു തുള്ളി 1.5 കോടി മുതൽ 20 കോടി വരെ ബീജാണുക്കളാണ് ഒരു തുള്ളി ബീജത്തിലുള്ളത്. അതിൽ ഒരണു മാത്രമാണ് മത്സരിച്ചു മുന്നേറി ഗർഭാശയ ഭിത്തിയിൽ, അണ്ഡവുമായി ചേർന്ന് ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പടിച്ച് അത് ഭ്രൂണമായി വളർന്ന് മനുഷ്യനായി പ്രസവിച്ച് പുറത്തിറങ്ങി. ഇവിടെ നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഒപ്പിയെടുത്ത് വളർന്ന് വലുതായി ശക്തി നേടി സൗന്ദര്യമാർജിച്ചു. നല്ല നല്ല മിടുക്കും മുഴുപ്പുമുള്ളവരായി വളർന്നു. വിദ്യാഭ്യാസം നേടി, സമ്പത്ത് നേടി, പ്രതാപം നേടി, കുടുംബമുണ്ടായി, നമുക്ക് പദവികളുണ്ടായി, വലിയവരായി. നമ്മൾ ചോദിക്കുന്നു, ദൈവമോ? അങ്ങനെയൊന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിനൊരു പടച്ചവനുണ്ടോ? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഇതൊക്കെ യുക്തിരാഹിത്യമല്ലേ? ആരാണ് ഈ മുഹമ്മദ്? അങ്ങനെ ഒരാളോ? പ്രവാചകനോ? പരലോകം? അവിടെ എന്തു പരലോകം? ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും. മനുഷ്യൻ ചോദിക്കുമ്പോൾ അല്ലാഹു തിരിച്ച് ലളിതമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, അവലം യറൽ ഇൻസാൻ, നിത്യം നിരന്തരം ബറക്കത്തിന് വേണ്ടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂറത്ത് യാസീൻ ഞെട്ടിത്തരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ഉള്ളകത്തേക്ക് ഒരു ചോദ്യം എറിയുന്നു, അസ്ത്രം എറിയുന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഈ മനുഷ്യൻ അവൻ കാണുന്നില്ലേ? അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു, നാം അവനെ സൃഷ്ടിച്ചത് മിൻ നുത്ഫത്തിൻ, ഒരു ബീജാണുവിൽ നിന്നാണ്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. നോക്കൂ, ഇതാ അവനിപ്പോൾ ഒരു താർക്കികനായി, തർക്കക്കാരനായി മാറിയിരിക്കുന്നു. ദൈവമോ, പടച്ചവനോ, പ്രവാചകനോ, പരലോകമോ, ഇസ്ലാമോ, പർദയോ, എന്ത് സംസ്കാരം, എന്ത് സദാചാരം, എന്ത് മതം, ഇത് കാടത്തമാണെന്ന് അവൻ പറയുന്നു. അവൻ ഒരു അണുവായിരുന്നില്ലേ? അതിൽ നിന്നല്ലേ അവനെ നാം സൃഷ്ടിച്ചത്. നാം അവനെ ഉപമിച്ചു തരാം. അവൻ അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി മറന്നുപോയിരിക്കുന്നു. ഈ അസ്ഥികൾ ദ്രവിച്ചു പോയതിനു ശേഷം ഇനി ആരാണ് പുനരുജ്ജീവിപ്പിക്കുക എന്നവൻ ചോദിക്കുന്നു. മരിച്ചു മണ്ണടിഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേർന്നു പോയ ഈ മനുഷ്യ ശരീരങ്ങളെ, അസ്ഥികളെ ഇനി ഒന്നുകൂടി എഴുന്നേൽപ്പിക്കുമെന്നോ? എന്ത് വിഡിത്തമാണിത് എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. അല്ലാഹു പറയുന്നു, ഖുൽ, പറഞ്ഞു കൊടുക്ക്, ആ വിഡ്ഢിയോട് ചൊല്ലിക്കൊടുക്കൂ, അതിനെ പുനരുജ്ജീവിപ്പിക്കും. ആരെന്നറിയുമോ? ആദ്യ തവണ അതിനെ സൃഷ്ടിച്ചവൻ ആരോ അവൻ തന്നെ അവനെ പുനർജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ സകല സൃഷ്ടിപ്പും നന്നായി അറിയുന്നവനാണ്. അവൻ ആരാണെന്ന് അറിയുമോ? അവൻ ആകാശഭൂമികളെ, ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ പ്രതിശാലമായ അണ്ഡകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനാണ് അവൻ. അവന് കഴിവില്ലെന്നാണോ? ഇവരെ പോലെ മറ്റൊന്ന് ഒരുത്തരെ സൃഷ്ടിക്കാൻ.
ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ, ഇവരെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ സകല സൃഷ്ടിപ്പും നന്നായി അറിയുന്നവനാണ് പടച്ചവൻ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒന്നിനോട് ഉണ്ടാവുക, ഭവിക്കുക, ഉണ്ടാവട്ടെ എന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ, അപ്പോഴേക്കും അത് ഉണ്ടായിത്തീരുകയായി. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. സകല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധിപത്യവും അധികാരവും കയ്യേറ്റവൻ അവൻ പരമപരിശുദ്ധൻ. വഇലൈഹി തുർജഊൻ. അവരിലേക്കാണ് സഹോദരന്മാരെ നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും തിരിച്ചു പോകേണ്ടത് ആ റബ്ബിലേക്കാണ്. അതുകൊണ്ട് ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, ഈ പ്രവിശാലമായ ബൃഹത് പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഈ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തെ തന്നെ നിരീക്ഷിച്ചിട്ട് ശാസ്ത്രം പറയുന്നത് ആകെ പ്രപഞ്ചത്തിന്റെ 5% മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ്. 95% അജ്ഞാതമാണ്. ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമായി കിടക്കുകയാണ്. ഇരുണ്ട പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളുമായി കിടക്കുന്ന 95% മുമ്പിൽ മനുഷ്യൻ വിവരമില്ലാത്തവനാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ തന്നിട്ടുള്ളൂ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാ. അല്ലാഹു ആരാണ്? നിങ്ങളുടെ മുമ്പിലുള്ളത് പ്രത്യക്ഷമായതും മറഞ്ഞു കിടക്കുന്ന പരോക്ഷമായതും മുഴുവനും അറിയുന്നവനാണ്. അവന്റെ ആധിപത്യം ഈ ആകാശ ഭൂമികളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അധികാര വ്യവസ്ഥയാണ് അവന്റേത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബുൽ ആലമീൻ. അവനാണ് നമ്മുടെ റബ്ബ്. അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവനാണ് നമ്മൾ കീഴ്വണങ്ങേണ്ടത്. ഈ റബ്ബിനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. സഹോദരന്മാരെ, ആധുനിക ലോകത്ത് പുരാതന ഇറാഖിലും ബാബിലോണിയയിലുമെല്ലാം നടന്നതുപോലുള്ള അതിന്റെ നേർ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ദിനപത്രങ്ങൾ പരതുന്നത്, ആളുകൾ പ്രഭാതങ്ങളിൽ പരതുന്നത് അവിടെ നക്ഷത്രങ്ങൾ നോക്കാനാണ്, ഭാഗ്യനിലകൾ നോക്കാനാണ്. അവരുടെ വിവാഹത്തിനും അവരുടെ ഗൃഹപ്രവേശത്തിനും അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിനും അതേപോലെ തന്നെ അവരുടെ കരിയറിനും ഒക്കെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും അതിന്റെ ചൊവ്വാദോഷവും നക്ഷത്രവും രാശിയും ഒക്കെ നോക്കി ഗൃഹനിലകളിലുള്ള അതിന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നോക്കിക്കണ്ടാണ് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഓൺലൈൻ ജ്യോതിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ മന്ത്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ മുമ്പിൽ കുമിഞ്ഞുകൂടുകയാണ്. വലിയ അഭ്യസ്ത വിദ്യരും പ്രതിഭാശാലികളും ശാസ്ത്രജ്ഞന്മാർ വരെ ഈ രാജ്യത്ത് ISROയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നിടം മുതൽ ഇങ്ങോട്ട് സാധാരണ വിദ്യാഭ്യാസമുള്ള ഇല്ലാത്ത മനുഷ്യരുടെ വീടകങ്ങളിലെ കൊച്ചു കാര്യങ്ങൾ വരെ എന്തെങ്കിലും അസാധാരണമുള്ള ഒരു സംഭവം കണ്ടാൽ അതിന്റെയൊക്കെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നോക്കാൻ വേണ്ടി കണ്ട ജ്യോതിഷിമാരുടെ അടുക്കലേക്കും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്കും മന്ത്രവാദികളുടെ അടുക്കലേക്കും പോയി ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൽ വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോയി ജീവിതം നരകിച്ച് തീർക്കുന്ന അനേകം ആളുകൾ, പരശതം മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ ബഹുദൈവത്വം നിലവിലുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഇഷ്ടമുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാൻ, ഇഷ്ടമുള്ള വിഗ്രഹങ്ങളിൽ, പ്രതിഷ്ഠകളിൽ, ആരാധനാമൂർത്തികളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ തന്നെ സംവാദാത്മകമായ, പ്രബോധനാത്മകമായ, സംവാദപരമായ മുഖങ്ങൾ തുറക്കുകയാണ്
തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. ഇതേപോലെ നമ്മുടെ നാട്ടിലും കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് നടക്കുന്ന മനുഷ്യരാണുള്ളത്. തുരുമ്പ് മുതൽ മൂർക്കം പാമ്പ് വരെ ലക്ഷോപലക്ഷം ദൈവങ്ങളെ 33 കോടി ദൈവങ്ങളെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഈ വിഗ്രഹാരാധനകൾ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഈ ബഹുദൈവത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്രൂദുമാരുടെ ലോകക്രമത്തിലാണ്, ദേശീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ദേ മാതരം പാടണമെന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പരിസരം. ഔദ്യോഗിക പരിപാടികളിൽ വന്ദേ മാതരം പാടണം. ഉത്തരേന്ത്യയിലെ സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ നിർബന്ധമായി വന്ദേ മാതരം പാടണം, അല്ലെങ്കിൽ അത് രാജ്യദ്രോഹമാണ്. പാർലമെന്റിൽ നിയമം പാസാക്കിയിരിക്കുന്നു. അങ്ങനെ പാടിയില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്, അത് ദേശവിരുദ്ധതയാണ്. നമ്മുടെ ജനഗണമന എന്ന ദേശീയ ഗാനത്തോട് ദേശീയ ഗീതമെന്ന് പറയപ്പെടുന്ന ഈ വന്ദേ മാതരത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദേശീയ ഗാനത്തോടുള്ള അവമതിപ്പ്, അതല്ലെങ്കിൽ അതിനോടുള്ള അനാദരവ്, ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന വന്ദേ മാതരത്തോടും ആ അനാദരവ് പ്രകടിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന ഒരു പ്രത്യേകതരം കൂട്ടിച്ചേർക്കൽ നിയമനിർമ്മാണവും ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടതിക്ക് മുമ്പിൽ നിലനിൽക്കുന്നതല്ല. ഈ രാജ്യത്ത് അവർക്ക് സൈലന്റ് ആയി നിൽക്കാൻ, ഒരു സംഗതിയും ആർക്കുമേലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നത് നമ്മുടെ മുൻകാല നിയമങ്ങളിൽ നിന്നുള്ള നിയമപ്രാബല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന ഈ പരിസരത്ത് വന്ദേ മാതരം പോലെ ഈ ഭൂമിയെ ദേവിയായി കണ്ടുകൊണ്ട്, ഭാരതത്തെ ദേവിയായി കണ്ടുകൊണ്ട്, സസ്യശ്യാമളയായ സുജലയായ സുഫലയായ മലയുടെ ശീതള എന്നറിയപ്പെടുന്ന മലയാ പർവ്വതത്തിന്റെ ചന്ദന മരങ്ങൾക്കിടയിലൂടെ അടിച്ചു വീശുന്ന മന്ദമാരുതന്റെ ആ തഴുകലേറ്റ് നിൽക്കുന്ന ഭാരതഭൂമി അങ്ങേയറ്റം ജലസമൃദ്ധമായ, ഫലസമൃദ്ധമായ, സസ്യശ്യാമളയായ എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് അതിങ്ങനെ മുമ്പോട്ട് ആ വരികൾ കടന്നു പോകുമ്പോൾ, 6 ഖണ്ഡികകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളോട് പറയുന്നത് ഈ ദേവിയെ, ഈ ദേശത്തെ, ഈ ഭാരതത്തെ ആരാധിക്കാനാണ് നമ്മളോട് പറയുന്നത്. കോടിക്കോടി കണ്ടങ്ങളിൽ നിന്ന് വരുന്ന അതിനോടുള്ള ആ മഹത്തായ ഗീതങ്ങൾ, അതൊക്കെ തന്നെ ഇവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാരതമാതാവേ, അങ്ങൊരിക്കലും ദുർബലയല്ല, അബലയല്ല, ശക്തയാണ്. ഞങ്ങളുടെ കരങ്ങളിൽ ആയുധമേന്തി നിൽക്കുകയാണ് അങ്ങയെ സംരക്ഷിക്കാൻ. തുടർന്ന് പറയുന്നത് എന്താണ്? നീ ആരാണ്? നീ വിദ്യയാണ്, ധർമ്മമാണ്, നീ പ്രാണനാണ്, നീ ലക്ഷ്മി ദേവിയാണ്, ദുർഗാദേവിയാണ്, നീ സരസ്വതി ദേവിയാണ്. നിന്നെയാണ് ഈ കണ്ട ക്ഷേത്രങ്ങളിൽ മുഴുവൻ പ്രതിഷ്ഠയാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്ദേ മാതരം അമ്മേ, നിനക്ക് പ്രണാമം, നിന്നെ ഞാൻ വന്ദിക്കുന്നു, പ്രണമിക്കുന്നു എന്നാണ് വന്ദേ മാതരത്തിന്റെ ആശയം. അടിച്ചേൽപ്പിക്കുകയോ. മുമ്പ് ഇവിടെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമേ പാടാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ, നിയമമാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ അറിയുന്ന പുതിയ ഭരണകൂടം തന്നെ അത് ഏറ്റുപാടിയിരിക്കുന്നു. അവിടെ അതെല്ലാം ഏറ്റുചൊല്ലി നിൽക്കുകയാണ്. നിസാരമായ മൗലൂദിന്റെ ഏതെങ്കിലും ഈരടികളിൽ പിടിച്ച് തർക്കിച്ച് പള്ളികൾ പൂട്ടിച്ചവരും മദ്രസകൾ പൂട്ടിച്ചവരും, അമ്മേ ദുർഗാദേവിയെ, ലക്ഷ്മി ദേവിയെ, സരസ്വതി ദേവിയെ, നിന്നെ ഞാൻ വന്ദിക്കുന്നു എന്ന ഈരടികൾ കേട്ടിട്ട് അത്തരത്തിലുള്ള സലഫി ചിന്താഗതിക്കാർ പോലും അതിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി മൗനം പൂണ്ട് നിൽക്കുന്നു. ഭരണകൂടത്തെ, കൂടെയുള്ള കക്ഷികളെ വിമർശിക്കാൻ ധൈര്യമില്ലാത്തവരായി, വെറും സാധുക്കളായി, അടിമകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിലാണ് നാളിതുവരെ പ്രതിജ്ഞ ചെയ്തവർക്ക് പോലും അല്ലാ എന്ന്
ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തിയ അല്ലാഹു എന്ന അത്യുന്നതമായ ജലാലത്തിന്റെ ഇസ്മിനെ ഉയർത്തി പറയാൻ കഴിയാത്ത അപകർഷതാബോധവും അടിമത്തവും ദാസ്യമനോഭാവവും വന്നുപോയിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ നമ്മളെ പരിശോധിക്കും. കന്നുകാലികളുടെ പേരിൽ നാട്ടിലെമ്പാടും രാജ്യത്തെമ്പാടും പല സ്ഥലങ്ങളിലും ഇപ്പോഴും പാവങ്ങളെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മേൽ പല സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡിലും അസമിലും ഉൾപ്പെടെ ഏകസിവിൽ കോഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേമാതരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദിന് വിരുദ്ധമായ ഏകദൈവ സിദ്ധാന്തത്തിനെതിരായിട്ടുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുക എന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പിൽ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ ഇബ്രാഹിം ആവണം, ഹാജറയാകണം, ഇസ്മായിലാവണം. അതിന് നമുക്ക് കഴിയുമോ എന്നാണ് ബലിപ്പെരുന്നാൾ ചോദിക്കുന്നത്. അതിന് കഴിയുന്നവർക്കുള്ളതാണ് ഈ പെരുന്നാൾ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ നമ്രൂദുമാരുടെ ഏകാധിപത്യ കരിനിയമ വാഴ്ചകൾക്കെതിരെ എഴുന്നേറ്റ് നിന്ന് എന്ത് എന്ന് ചോദിക്കാനുള്ള ആർജവം, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പകർന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുമ്പോൾ പടച്ചവനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ സ്വന്തത്തെ തന്നെ സമർപ്പിക്കാൻ സന്നദ്ധയായ ഒരു പെൺകൊടിയുടെ ആ പ്രതീകമാണ് ഹാജറ റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കാലഘട്ടത്തിന്റെ ബാല്യങ്ങളും യുവത്വങ്ങളും അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ അർപ്പിക്കാൻ സന്നദ്ധമാകണം എന്ന വിളിച്ചു പറയലാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്തു നീട്ടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിനെ തിരിച്ചറിയണം. നമുക്കും ഈ കാലഘട്ടത്തിൽ ഏകദൈവത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തെ പടച്ചവന് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാവും. ആ റബ്ബിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസവും ബോധ്യവും ഉണ്ടാവും. അപ്പോൾ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ഇടറും, നാവുകൾ പതറും, നമ്മൾ പിന്തിരിഞ്ഞു പോകും. നമ്മൾ ഏറ്റുവിളിക്കും ജയ് ശ്രീരാം എന്ന്, നമ്മൾ ഏറ്റുവിളിക്കും ഭാരതാംബേ നിനക്ക് മുമ്പിൽ നമിക്കുന്നു എന്ന്. സഹോദര, നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്, സഹോദരി, നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അജയ്യമായ ഒരു ആദർശവാക്യമാണ്. അത് കളഞ്ഞു കുളിച്ചാൽ പിന്നെ ഞാനില്ല, പിന്നെ മുസ്ലിമല്ല. അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം നമുക്ക്. അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം നമുക്ക്. അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം നമുക്ക്. ഇൻ ഖുതിൽത വഹുരിഖത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കൊല്ലപ്പെട്ടാലും നീ കരിക്കപ്പെട്ടാലും ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണം. ഇത് തർക്കിക്കാനുള്ള ആദർശമല്ല. അല്ലാഹു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളെ സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാണ് നമ്മൾ നമസ്കാരത്തിലൂടെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. 5 നേരം അല്ലാഹ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ, ഞാൻ എൻ്റെ മുഖത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ചവരിലേക്ക് തിരിക്കുകയാണ്. ഹനീഫൻ മുസ്ലിമൻ, കാപട്യമില്ല, കറയില്ല, വക്രതയില്ല, നേരായ മനസ്സോടുകൂടി നിഷ്കളങ്കനായി പടച്ചവന്റെ മുമ്പിലേക്ക്, ഈ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിക്കുക. എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ നേർച്ചകൾ, എന്റെ ബലികൾ, എന്റെ ജീവിതം, എന്റെ മരണം, സകലതും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക രക്ഷിതാവായ പ്രപഞ്ചനാഥനായ അല്ലാഹുവേ നിനക്കാകുന്നു. ആ റബ്ബുൽ ആലമീനെയാണ് തൊട്ടടുത്ത് ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ വീണ്ടും പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക രക്ഷിതാവായ പ്രപഞ്ചനാഥനായ പ്രപഞ്ചങ്ങളുടെ നാഥനായ അല്ലാഹുവേ
നിനക്കാണ് സ്തുതി. ഇത് റഹ്മാനാണ്, റഹീമാണ്. നീ പരലോകത്ത് വിചാരണ ചെയ്യുന്നവനാണ്, മാലിക് യൗമിദ്ദീനാണ്. സഹോദരന്മാരെ, ആ പടച്ചവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് നേർമാർഗദർശനം നൽകിയവൻ. വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ആഹാരം തന്നവൻ, വെള്ളം തന്നവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അവനാണ്. വല്ലദീ യുമീതുനി ഫഹുവ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം, ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പറച്ചിലിന്റെ അർത്ഥം നിത്യജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ബന്ധിപ്പിക്കുക എന്നതാണ്. സുഖത്തിലും ദുഃഖത്തിലും, ആഹാരത്തിലും പട്ടിണിയിലും, വേദനയിലും സന്തോഷത്തിലും എല്ലാം അല്ലാഹുവിനെ കൂട്ടിച്ചേർത്ത് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിലപാട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹ്. ഇബ്രാഹിം അലൈഹിസ്സലാമിലും ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പം നിലകൊണ്ട കാലാകാലങ്ങളിലുള്ള സത്യവിശ്വാസികളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏത് സന്ദർഭത്തിലാണ്? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് തുറന്നു പറഞ്ഞ ആ സന്ദർഭം. ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ല, ഞങ്ങൾ നിങ്ങളുടെ ഈ ബഹുദൈവത്വ ആരാധനയോടൊപ്പമില്ല. ബഹുദൈവത്വത്തിന്റെ പേരിലുള്ള ആക്രമങ്ങളും ചൂഷണങ്ങളും മർദ്ദനങ്ങളും ഇതിനോടൊപ്പം ഞങ്ങളില്ല. ഞങ്ങൾ അതിൽ നിന്ന് മുക്തരാണ്. നിങ്ങളുടെ ചേരിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങളില്ല, നിങ്ങളുടെ പക്ഷം പിടിക്കാൻ ഞങ്ങളില്ല. ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളുടെ ആരാധ്യരോടൊപ്പം നിൽക്കാനും ഞങ്ങളില്ല. കഫർനാ ബിക്കും, നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെയും നിലപാടിനെയും ഈ അക്രമത്തെയും ഞങ്ങൾ തള്ളിപ്പറയുകയാണ്, ഞങ്ങൾ നിഷേധിക്കുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദാ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ ചങ്ങാത്തമില്ല, ശാസ്ത്രവമാണ്. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ പേരിൽ നമുക്കൊന്നിക്കാം. അതുവരെയും നമ്മൾ തമ്മിൽ അങ്ങനെ ആദർശപരമായി ഒത്തുപോകാൻ കഴിയില്ല. മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് സൗഹാർദ്ദത്തോടെ ജീവിക്കാം. ആദർശം അടിച്ചേൽപ്പിക്കാനും ആക്രമിക്കാനും കൊല്ലാനും തൂക്കിലേറ്റാനും കരിനിയമങ്ങൾ പാസാക്കാനുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിലകൊള്ളില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളില്ല, നിങ്ങൾക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന്. അതേസമയം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദർശത്തിന്റെ പേരിൽ അവരോട് സന്ധി ചെയ്യാതെ അവരെ എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, മറുവശത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പടച്ചവരെ ഈ നാട്ടിലുള്ള മുഴുവൻ ജാതി മത ഭേദമന്യേ സകല മനുഷ്യരായി പിറന്ന സകല മനുഷ്യപുത്രന്മാർക്കും പുത്രിമാർക്കും നീ നിർഭയത്വം, സമാധാനം, സ്വാതന്ത്ര്യം നൽകണം. സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം കൊടുക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, സമൃദ്ധമായി ജീവിക്കാനുള്ള ക്ഷേമം നൽകണം. ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാകണം. ഒരു ക്ഷേമ രാഷ്ട്രം, നിർഭയത്വമുള്ള, സുഭിക്ഷതയുള്ള ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാകണം. അതിനിവിടെ മതമുള്ളവരും മതമില്ലാത്തവരും, പ്രപഞ്ചനാഥനായ പടച്ചവനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും ക്ഷേമമുണ്ടാകുന്ന ഒരു രാഷ്ട്രം, ഒരു നാട് പിറക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇതാണ് ഒരു മുസ്ലിമിന്റെ ഈ ഒരു പ്രാർത്ഥനയെയും നിലപാടിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ ബഹുദൈവത്വ സിദ്ധാന്തത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾക്കെതിരെ
അതിശക്തമായി സന്ധി ചെയ്യാതെ നിലയുറപ്പിക്കുകയും അതിനെതിരെ ജനാധിപത്യപരമായി, നാടിന്റെ ഭാഷയിൽ ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം നാട്ടിൽ നിർഭയത്വവും ക്ഷേമവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ജനക്ഷേമ സേവന പ്രവർത്തനങ്ങൾ നിരതരാവുകയും ചെയ്യണമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടെന്ന് പറയും. സഹോദരന്മാരെ, സഹോദരിമാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ ദിക്ർ ചെയ്ത് എണ്ണി പൂർത്തിയാക്കാനുള്ള 1000, 100, 1000, 10,000, 70,000, ലക്ഷവും ലക്ഷോപലക്ഷവും ചൊല്ലിത്തീർത്ത് അർത്ഥമറിയാതെ, ആശയമറിയാതെ, അതിന്റെ താല്പര്യം അറിയാതെ ഇങ്ങനെ ചൊല്ലിത്തീർത്ത് അവസാനിപ്പിച്ചു പോകാനുള്ളതല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പ്രപഞ്ചത്തിൽ സർവശക്തനായ അല്ലാഹുവിന് മാത്രം വഴങ്ങി അവന് ജീവിതം സമർപ്പിച്ച് അവൻ നമ്മളോട് കൽപ്പിക്കുന്ന സമത്വവും നീതിയും നന്മയും ക്ഷേമവും സൽസ്വഭാവങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം നമ്മുടെ മസ്ജിദിന്റെ കാര്യം. അല്ലാഹുവിന്റെ അതിമഹത്തായ ഭവനം ഈ ഷൊർണൂരിൽ തല ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പതുക്കെ പിച്ച വെച്ച് ഒരു കുഞ്ഞായി മണ്ണിനടിയിൽ നിന്ന് ഉയർന്ന് ഫൗണ്ടേഷനിലൂടെ പൊങ്ങി ഉയർന്നു. അതിങ്ങനെ കയ്യും കാലും വെച്ച് ഉടലെടുത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശിരസ്സെടുക്കാൻ വേണ്ടി കൊതിച്ചു നിൽക്കുകയാണ് സഹോദരന്മാരെ. അതിന്റെ തല ഉയർത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിന് നിങ്ങൾ അനുവദിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി അൽഹംദുലില്ലാഹ് ഈ നാടൊട്ടുക്കും മാതൃകയാണ്. നിങ്ങളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ഭവനത്തിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചു. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരി 3.5 പവന്റെ സ്വർണ്ണാഭരണം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ദാനമായി കൊടുത്തിരിക്കുന്നു. ഇതേപോലെ ഒരുപാട് സഹോദരിമാർ അവരുടെ കഴുത്തിലും അവരുടെ കാതിലും അവരുടെ കയ്യിലും കാലിലുമുള്ള ആഭരണങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവർ ഊരിക്കൊടുത്തിരിക്കുന്നു. നാളെ ഖബറിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ സ്വസ്ഥമായി സമാധാനത്തോടെ കിടന്നുറങ്ങും. നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത്, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതെല്ലാം നമുക്ക് നാളെ കുളിർത്തന്നലായി, സന്തോഷമായി, സമാധാനമായി, നമുക്ക് വലിയ മണിമാളികകളായി, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ വലിയ സൗഭാഗ്യങ്ങളായി വരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇപ്പോഴേ ഡിപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തത് നിസ്സാരമല്ല, വളരെ വലുതാണ്. വാഗ്ദാനം ചെയ്തവർ അടുത്ത 3 മാസത്തിനകം തന്നെ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു ടാർഗറ്റ് അനുസരിച്ച് പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ, ഓരോ ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി. വീട്ടിലൊരു കല്യാണം വന്നാൽ, വീട് വെക്കുന്ന സമയം വന്നാൽ നമ്മൾ എന്ത് ത്യാഗം ചെയ്തു അത് പൂർത്തിയാക്കാൻ നോക്കൂലേ? അതുപോലെ നമ്മുടെ ഭവനമാണ്, നമ്മുടെ കുടുംബക്കാര്യമാണ്. ഈ കുടുംബത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അംഗങ്ങളാണ്, മക്കളാണ്. എല്ലാവരും ഒന്നുകൂടി നല്ലപോലെ ശ്രമിച്ചുകൊണ്ട് ഒന്നുകൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. വാഗ്ദാനം ചെയ്തവർ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. സഹോദരിമാർ പ്രത്യേകിച്ച് ഒന്നുകൂടി ഉണരുക. തീർച്ചയായും ഇതൊന്നും തന്നെ പാഴാവുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന സദഖകളായിരിക്കും, ജാരിയായ സദഖയായിരിക്കും. അള്ളാഹു അതിനെല്ലാം അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. أقول هذا وأستغفر الله العظيم لي ولكم وأستغفر عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الله أكبر، 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 لا إله إلا الله، والله أكبر.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹുല്ലാഹു കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم على رسولك سيدنا محمد إمام المجاهدين والدعاة وقائد غر المحجلين وعلى آله وصحبه أجمعين اللهم لعن أشرف الخلفاء الراشدين أمير المؤمنين أبي بكر الصديق وعن أمير المؤمنين عمر بن الخطاب وعن أمير المؤمنين عثمان بن عفان وعن أمير المؤمنين علي بن أبي طالب رضي الله تعالى عنهم وعن عشرة المبشرة بالجنة وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة الفردوس مع الأبرار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المستضعفين والمسجونين والمجاهدين في كل مكان وبلاد يا رب العالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما توفنا مسلمين والحقنا بالصالحين أرحم الراحمين يا رب ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ് ഞങ്ങളെ നീ പരിശുദ്ധരാക്കണേ അല്ലാഹ് ജീവിതത്തിൽ എവിടെയെല്ലാം ഞങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചോ പാപങ്ങൾ സംഭവിച്ചോ അല്ലാഹുവേ നീ മാപ്പാക്കി തരണേ അല്ലാഹ് നീ പരിശുദ്ധനാണല്ലോ അല്ലാഹുവേ മനുഷ്യരായ ഞങ്ങൾ നിന്റെ ദാസന്മാരാണ് ദാസികളാണ് റബ്ബേ നിന്നോടുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്നതിൽ ഞങ്ങൾക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടല്ലാ നീ മാപ്പാക്കണേ അല്ലാ ഏറ്റവും ശരിയായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ ആ കുടുംബത്തെ പോലെ പടച്ചവനെ ആ ഈമാനിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നെഞ്ചേറ്റാൻ തൗഫീഖ് തരണേ അല്ലാ പടച്ചവനെ ആ കലിമയുടെ പാതയിൽ ജീവിച്ച് മരിക്കാൻ കലിമയോടെ മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ നീ പരിശുദ്ധരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കലിമ മാറ്റി പറയാതെ അതിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പടച്ചവനെ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഏകദൈവ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് പടച്ചവനെ ഈ കലിമയുടെ ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിന് തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ നാടിൽ തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനേ യാ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും സ്വാലിഹീങ്ങളുമാക്കി നീ കബൂലാക്കണേ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിനെ നല്ലൊരു തിരുത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് പഴയകാല ജീവിതത്തിൽ ഒരു മാറ്റം തരണേ അല്ലാഹ് 5 വഖത്ത് നമസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് നിന്നോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് കടബാധ്യതകൾ മാറ്റി തരണേ അല്ലാഹ് പലിശയിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ് ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ് അവിഹിത ബന്ധങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണേ അല്ലാഹ് നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് നിന്റെ അടുക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് അവിടെ കബറിടങ്ങളെ നീ വിശാലമാക്കണേ അല്ലാഹ് സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ അവർക്കും നീ സന്തോഷം വർദ്ധിപ്പിക്കണേ അല്ലാഹ് സ്വർഗീയമായ ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രവിധാനങ്ങളും നൽകണേ അല്ലാഹ് അവരുടെ ലോകത്തേക്ക് നീ ബർസഖിന്റെ
അല്ലാഹുവേ ബർസഖിയായ ലോകത്തേക്ക് നീ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കൽ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നാളെ ഖിയാമത്ത് നാളിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വിചാരണ എളുപ്പമാക്കണേ റബ്ബേ. വലത് കയ്യിൽ ഗ്രന്ഥം തരണേ അല്ലാഹ്. സിറാത്ത് മിന്നൽ വേഗതയിൽ കടത്തിവിടണേ റബ്ബേ. യാ അല്ലാഹ് ഞങ്ങളെ നന്മ തിന്മകളെ തൂക്കുമ്പോ നന്മകളെ ഭാരമാക്കണേ റബ്ബേ. നന്മകളെ കണക്ക് നോക്കുമ്പോ നന്മകൾ കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. യാ അല്ലാഹ് തിന്മകളെ മുഴുവനും മായ്ച്ചു കളയണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ നീ കണ്ണിന്റെ കുളിർമയാക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെയുള്ള തലമുറകളെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും സ്വാലിഹീങ്ങളും ദീനിന്റെ പ്രചാരകരും കാവൽക്കാരുമാക്കി കബൂലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ സകല പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ലോകത്തിന്റെ നാഥാ റബ്ബ് യാ റബ്ബൽ ആലമീൻ യാ റഹ്മാൻ യാ റഹീം യാ ഹന്നാൻ യാ മന്നാൻ യാ വഹാബ് യാ റസാഖ് യാ ദൽ ഖുവത്തിൽ മതീൻ യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലിൻ ലിമാ യുരീദ്. യാ അല്ലാഹ് ദുനിയവിയും ഉഖ്റവിയുമായ സകല കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്ന മതിക്കുന്ന വിഷമപ്പെടുത്തുന്ന സകല പ്രശ്നങ്ങൾക്കും നീ പരിഹാരം താ റബ്ബേ. ഞങ്ങളുടെ സതുദ്ദേശങ്ങൾ സഫലമാക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് കിടപ്പിലായവരുണ്ട് റബ്ബേ. വലിയ വലിയ ചികിത്സകൾ കാത്തിരിക്കുന്നവരുണ്ട് റഹ്മാനേ. ഇതുവരെയും ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് പുറത്തറിയാതെ ഞങ്ങൾ പോലും അറിയാതിരിക്കുന്നവരുണ്ട് അവസ്ഥയുണ്ട് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അത്യാഹിതങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. താങ്ങാനാവാത്ത കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ നീ കാത്തുകൊള്ളണേ റബ്ബേ. കടബാധ്യതകളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. തൊഴിലില്ലായ്മയിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. പട്ടിണിയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. താങ്ങാനാവാത്ത കടബാധ്യതയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി തരണേ അല്ലാഹ്. ഉപജീവന മാർഗങ്ങളിൽ ഖൈർ ബറക്കത്തുകൾ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് മക്കളെ നീ ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാഹുവേ. അവരെ നീ കണ്ണുകളെ കുളിർപ്പിക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളാക്കണേ അല്ലാഹ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഖൈർ ബറക്കത്തുകൾ തരണേ അല്ലാഹ്. ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും വാഹനത്തിലും എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അയൽക്കാരെയും കുടുംബക്കാരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജാതിമത ഭേദമന്യേ സകല മനുഷ്യരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാഹ്. സകലരുടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റണേ റഹ്മാനേ. നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാഹ്. സമാധാനമുള്ള നാടാക്കണേ അല്ലാഹ്. സുഭിക്ഷതയുള്ള നാടാക്കണേ അല്ലാഹ്. പുരോഗതിയുള്ള നാടാക്കണേ അല്ലാഹ്. സൽസ്വഭാവികളുടെ നാടാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നന്മ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് അവരെ തിരുത്തണേ റബ്ബേ. അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും കൊള്ളരുതായ്മകളിൽ നിന്നും കരുനിയമങ്ങളിൽ നിന്നും അവരുടെ കൈക്ക് നീ പിടിക്കണേ റബ്ബേ. അവർ നേരെ ചൊവ്വേ നന്നായില്ലെങ്കിൽ പടച്ചവനെ നീ അവരെ നടപടിയെടുക്കണേ റഹ്മാനേ. അവരെ നീ ശിക്ഷിക്കണേ റഹ്മാനേ. നിന്റെ പ്രത്യേകമായ ശിക്ഷകൾ കൊണ്ട് അല്ലാഹുവേ നീ അവരെ പാഠം പഠിപ്പിക്കണേ റബ്ബേ. നിരപരാധികളെ രക്ഷിക്കണേ അല്ലാഹ്. തടങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏതെല്ലാം തരത്തിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ ആവശ്യങ്ങൾ അല്ലാഹുവേ ആർക്കെല്ലാം ഉണ്ടോ സകലതും കാണുന്നവരും കേൾക്കുന്നവരും നീയാണല്ലോ അല്ലാഹുവേ. ഹൃദയവേദനകൾ കാണുന്നവർ നീയാണല്ലോ അല്ലാഹ്. യാ മുജീബ മുദ്ദരി യാ മുജീബ ദഅവത്തൽ മുദ്ദരീൻ യാ മുജീബ ദഅവത്തൽ മുദ്ദരീൻ യാ മുജീബ ദഅവത്തൽ മുദ്ദരീൻ ഇസ്തജിബ് ലനാ യാ റബ്ബനാ اللهم استجب دعاءنا يا ربنا. ربنا لا تردن أيدينا خائبين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ സകല സതുദ്ദേശങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ്. ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവർ ഖബറിൽ പോയി കിടക്കുമ്പോൾ മഹ്ശറിൽ ചെല്ലുമ്പോൾ അവർക്ക് തുണയായി എത്തണേ അല്ലാഹ്. ജാരിയായ സദഖയാക്കി കൊടുക്കണേ അല്ലാഹ്. ആരുടെയും സതുദ്ദേശങ്ങൾ സഫലമാക്കാതെ നീ മാറ്റിവെക്കല്ലേ അല്ലാഹ്. നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. നൽകിയ
ആഗ്രഹിക്കുന്നു റബ്ബേ. നീ പ്രപഞ്ചങ്ങളുടെ നാഥനാണ് റബ്ബേ. ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണം. നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല. നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാ. നീ ഞങ്ങളെ അണച്ചു കൂട്ടണേ അല്ലാ. നീ സഹായിക്കണേ റബ്ബേ. തന്നിക്കളയല്ലേ അല്ലാ. ربنا لا تردن أيدينا خائبين بمحض فضلك وجودك وكرمك ويا أكرم الأكرمين ويا أرحم الراحمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും പരസ്പരം മുസാഫഹ ചെയ്ത് സന്തോഷം പങ്കിടുക. അല്ലാഹു
എടുത്തു. ഞാനങ്ങനെ കെട്ടിപ്പിടിക്കുക, എന്തിനാണ് കെട്ടിപ്പിടിക്കുക? നമ്മളെ ഇതല്ലേ
Ini